ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഉച്ചവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ്, കാര്യമായിട്ട് നോൺ വെജൊന്നുമില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാൻകേക്കാണ്, സേവറി പാൻകേക്കാണ്, എരിവുള്ളത്. പിന്നെ ഒരു പുലാവും പിന്നെ ഒരു മഫിൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാവിലെ 5:30 മണിക്ക് എണീച്ചു, മോന് 7 മണിക്ക് പോകണം. അപ്പം ഞാൻ കിച്ചണിൽ വന്നോടനെ ഒരു ക്യാൻഡിൽ കത്തിക്കും. ഒരു ഇലക്ട്രിക് ഡിഫ്യൂസർ പോലത്തെ ഒരു സാധനമുണ്ട്, അതിലും ഞാൻ ചിലപ്പോൾ കത്തിച്ച് വയ്ക്കും. അത് നല്ലൊരു മണം വരും. അതിലൊരു ഓയിൽ ഒഴിക്കുമ്പോൾ സാൻഡൽവുഡോ ലാവൻഡറോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചാൽ നല്ലൊരു മണം വരും. പിന്നെ ഞാൻ രാവിലെ വെള്ളം കുടിക്കുന്ന, അത് എനിക്ക് ആ ശീലം ഇല്ലായിരുന്നു. പിന്നെ ഒരു ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ആ ശീലം വന്നു ഇപ്പോൾ. പിന്നെ വെള്ളം ഞങ്ങൾ തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോഫിക്കുള്ള പാലാണ് ഞാൻ ഇന്നിപ്പോൾ മുരളിയ പാൽ, ചില ദിവസങ്ങളിൽ മിൽമ, കിട്ടുന്ന ഏത് പാലോ അത് യൂസ് ചെയ്യും. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസവും ബിസി ആയിട്ടുള്ള ദിവസവും ഞാനൊരു നോട്ട് പാഡിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി വയ്ക്കും. പിന്നെ റെസിപ്പി ഞാൻ എഴുതി വെച്ചിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചിലത് വിട്ടുപോകും. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചില സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ സാധാരണ അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കും. രാവിലെ എനിക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും കോഫിയാണ് കൂടുതൽ രാവിലെ ഇഷ്ടം. പിന്നെ ഞാൻ പാൻകേക്ക് ഉണ്ടാക്കാനുള്ള ഒരു മുട്ടയും 1 കപ്പ് മാവും, 1 കപ്പ് മാവിന് 1 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈദ മാവോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലവറോ ഗോതമ്പ് മാവോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനതിൽ മല്ലിയില, പിന്നെ സവാള, ഒരു കുഞ്ഞ് ക്യാരറ്റ്, പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. പച്ചമുളക് കുട്ടിയൊക്കെ ചിലപ്പോൾ എരിയും, അപ്പോൾ പച്ചമുളകിന് പകരം ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതി, ഒരുപാട് ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു 1/2 കപ്പ് തൈര്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൂസ് ആക്കണം, അല്ല കട്ടിയായി പോയി എന്നുണ്ടെങ്കിൽ ഒരു അല്പം പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ചേർക്കണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിനെ നമുക്ക് പാൻകേക്ക് അല്ലാണ്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലൊഴിച്ചും നമുക്ക് ബേക്ക് ചെയ്തും എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന മൊസറല്ല ചീസ് ഒരു 1/2 കപ്പിന് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കറി പോലും വേണ്ട, കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഈസിയാണ്. ഇത് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചാൽ കൊള്ളാം. ഇതിപ്പോൾ എനിക്ക് ടൈമില്ല, അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഉണ്ടാക്കി. ഞാൻ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വയ്ക്കും, അല്ലെങ്കിൽ എനിക്ക് പിന്നെ അതൊരു ഭയങ്കര മടിയും, നമുക്ക് കിച്ചണിലേക്ക് കയറാൻ തോന്നൂല അങ്ങനെ കഴുകാണ്ടിട്ടിരുന്നാൽ. പിന്നെ ഞാൻ നല്ലോണം നേരം വെളുത്താൽ ഞാൻ കർട്ടൻ നീക്കും. കാരണം എനിക്ക് രാവിലത്തെ ഒരു അന്തരീക്ഷം എനിക്ക് അത്ര ഇഷ്ടമല്ല. സൂര്യൻ വന്ന ശേഷമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവുകയാണ്, പാൻകേക്ക്. അത് നിങ്ങൾക്ക് കട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ അടച്ച് വെച്ച് തന്നെ വേവിക്കണം, ഇല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. നന്നായിട്ട് പരത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ കട്ടിക്ക് ഉണ്ടാക്കുന്നെങ്കിൽ അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം. വേണമെങ്കിൽ കുറച്ച് പുറത്ത് ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോഴാണ് കോഫി കുടിക്കുന്നത്. വെള്ളം കുടിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കോഫി കുടിക്കുന്നത്. മോന് പോകാൻ സമയമായി, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കുറച്ച് അവൻ കഴിച്ചിട്ട് പോവും, ഒരു ദോശയോ അതങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കും. പിന്നെ 9:30ക്കാണ് അവരുടെ ബ്രേക്ക്. അപ്പോൾ ബ്രേക്കിനായിട്ടാണ് ഞാൻ ഈ പാൻ കേക്ക് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റാണ് അവർക്ക്, ഉച്ചയ്ക്ക് തിരിച്ചു വരും. അപ്പോൾ കുറച്ച് ആപ്പിളും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് സോസിൻ്റെ ഒരു പാക്കറ്റും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മോൻ തനിയെ റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകാൻ തുടങ്ങി, അതുകൊണ്ട് എനിക്ക് കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ് ബസ് കയറുന്നത്. അപ്പോൾ മുമ്പൊക്കെ കൊണ്ടാക്കണമായിരുന്നു, ഇപ്പം കുഴപ്പമില്ല, മോൻ തനിയെ ക്രോസ് ചെയ്യും. രാവിലെ അധികം ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോൾ ഇപ്പുറ സൈഡിലാണ് ഇറങ്ങുന്നത്. എൻ്റെ ബസ് വന്നു. ഞാൻ
അത് കഴിഞ്ഞ് ഉടൻ തന്നെ തുണി നനയ്ക്കാനിടും. കാരണം അത് ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോവും. പിന്നെ വെയിലാണ്, ബാൽക്കണിയിൽ ഭയങ്കര വെയിലാണ്, ചെന്ന് നിന്ന് വിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചെടിയൊക്കെ ഞാൻ ഈ രാവിലെ തന്നെ അങ്ങ് വെള്ളം ഒഴിക്കും. ഞാൻ ഒരു ദിവസമെങ്കിലും പുതിനയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതങ്ങ് ഇലയൊക്കെ ചെറുതായി പോവും. അതങ്ങനെയാണ് പുതിനയുടെ ഒരു പ്രശ്നം, ഇല അങ്ങ് ചെറുതായി പോവും. അങ്ങനെ ഒരെണ്ണം അങ്ങ് തീരെ അങ്ങ് കേടായിപ്പോയി, ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നിട്ട്. എല്ലാ ചെടികൾക്കും എന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിലതിന് എന്നും വെള്ളം ഒഴിക്കണം. ഈ സൈഡിൽ നല്ലോണം സൺലൈറ്റ് ഉള്ളതുകൊണ്ട് എന്നും വെള്ളം വേണം. ഇപ്പോൾ മണി പ്ലാന്റിൻ്റെ ചില ഇലകളൊക്കെ ഇപ്പം വാടിപ്പോകുന്നുണ്ട്, നല്ല വെയിലുള്ളതുകൊണ്ട് ചിലതൊക്കെ വാടിപ്പോകുന്നുണ്ട്. ഞാനിങ്ങനെ വെള്ളം ഇവിടെ തന്നെ വെച്ചേക്കും. ഇല്ലെങ്കിൽ രാവിലെ തന്നെ കുറേ വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കി ദിവസത്തിൽ അതങ്ങ് വെള്ളത്തിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറേ വെള്ളം അങ്ങ് കുടിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നാൽ നമ്മൾ മറന്നു പോവില്ല. അപ്പം ഞാൻ മഫിൻ ഉണ്ടാക്കാനുള്ള പഴം നന്നായിട്ട് പഴുത്തു പോയി പഴം, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ മഫിൻ ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇത് കുട്ടികളും കഴിക്കൂല, എനിക്കും പഴം അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രസകദളി പഴമാണത്, ഇത്തിരി വലിയ പഴം 2 ഞാൻ എടുത്തു. എനിക്ക് ഇന്നലെ പച്ച ഗ്രീൻ പീസ് കിട്ടി, അത് വെച്ചിട്ടാണ് ഞാനിന്ന് പുലാവ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ തൊലിച്ചെടുക്കുകയാണ്. ഞാൻ രാവിലെ ഈ പാട്ട് കേൾക്കും. പാട്ടൊന്നും ഇതിൽ സൗണ്ട് വെച്ചിട്ടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ എനിക്ക് പാട്ട് ഫുൾ ടൈം ഞാനിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. രാവിലെ കുളിച്ചിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് മോനെ കൊണ്ടാക്കാൻ പോകണം. മോനിപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പഠിക്കുകയാണ്, അതിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ. അപ്പോൾ അവനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. എന്നും അവൻ ഓട്ടോയിൽ പോവും, ഇന്ന് ഞാൻ കൊണ്ടാക്കി. ഇവിടെ ഫോർട്ട് മാനർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് അവൻ ട്രെയിനിങ് ചെയ്യുന്നത്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഹോട്ടൽ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നതാണ്, പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. 16 എന്തോ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ഇവിടെയാണ് ഹോട്ടൽ. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് മഫിൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി. 2 മുട്ടയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ മഫിൻ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ്, നമുക്ക് അടുപ്പിൽ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ കേക്കിൻ്റെ പോലെ അടിക്ക് ഒന്നും വേണ്ട, ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കേക്ക് പോലെ ഒരുപാട് അടിക്കരുത്. ഇതിപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചു, എന്നിട്ട് അതിൻ്റെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ, എന്നിട്ട് അതിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ട് ഞാൻ പഴം 2 വെച്ചിരുന്നത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് മാഷ് ചെയ്താലും മതി, ഇതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രത്യേകം സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടി ലൈറ്റായിട്ട് മിക്സ് ചെയ്യേ പാടുള്ളൂ. അപ്പോൾ 1.5 കപ്പ് മാവിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഉപ്പും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ എന്തെങ്കിലും ചേർക്കാം. പിന്നെ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തത്. 1.5 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാര. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത്, കുട്ടികൾക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും ചേർക്കാം. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട്, ഇപ്പം മാവ് ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അവിടെ ഇങ്ങനെ കാണാമെന്നുള്ള ഇതിൽ കിടന്നാലും കുഴപ്പമില്ല, കാരണം ഒരുപാട് മിക്സ് ചെയ്താൽ അത് പിന്നെ നേരെ വരില്ല. അങ്ങനെ മഫിൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേപ്പർ കപ്പ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ വെറുതെ കോരി ബട്ടർ തൂത്തിട്ട് അങ്ങനെ ആക്കിയാലും മതി. കടയിൽ പോകുമ്പോൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് വാങ്ങി വെച്ചിരുന്നാൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ അടുപ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് പാത്രം ചൂടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല ചൂടിൽ ബേക്ക് ചെയ്യേണ്ടതാണ്. ഇത് ഞാനൊരു 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്
ബേക്ക് ചെയ്തെടുത്തത്. വളരെ ലൈറ്റായിട്ടുള്ള അത്ര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഞാൻ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിനി പുലാവ് ഉണ്ടാക്കാനുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് പുലാവാണ്. ഇത് കർണാടകക്കാരുണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു തേങ്ങയൊക്കെ അരച്ചിട്ട് മിക്സ് ഉണ്ടാക്കി അങ്ങനെയാണ്. ഇതിൻ്റെ നട്ട്സ് നമ്മൾ ഈ ചോറിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കും. അതിൽ വെന്താണ് അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇട്ടത്. പിന്നെ മസാലയും അതിനകത്തേക്ക് ഇട്ടു. മസാല പറഞ്ഞാൽ ഓരോരോ ഒരു ഏലക്ക, ഒരു പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇട്ടോളൂ. പിന്നെ ഒരു ബേ ലീഫിൻ്റെ ഒരു ചെറിയൊരു പീസ്. പിന്നെ അത് സവാളയും പച്ചമുളകും വഴറ്റി. പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് എല്ലാം കുറച്ച്, പിന്നെ കുറച്ച് മസാല ഇത്രയും ചേർത്ത് അരച്ചെടുക്കും. വേണമെങ്കിൽ നട്ട്സ് കൂടി ചേർക്കാം. കുറച്ച് കശകശയും ചേർത്ത് അരച്ചിട്ട് നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റും. എന്നിട്ട് അരിയിട്ട് കൊടുക്കും. ഇതിൽ ഗ്രീൻ പീസ് മാത്രം ചേർത്താണ് സാധാരണ ഉണ്ടാക്കുന്നത്. അതിനാണ് ആ ടേസ്റ്റ് കൂടുതൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് കറി പോലും വേണ്ട ഇത് കഴിക്കാൻ. ഞാൻ ഈ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും പുലാവ്. കുറച്ച് ഒരു 2 സ്പൂൺ തൈര് കൂടി ഞാൻ ചേർത്തു. ഇതിൽ ഞാൻ വെള്ളം നെകക്കെയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിയുടെ കണക്കനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ നെകക്ക വെള്ളം ഒഴിച്ച് വേവിക്കും. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തളിക്കും. അപ്പോഴേക്കും എനിക്ക് കുറച്ച് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റും കഴിച്ച് വെള്ളവും കുടിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു സീരിയൽ കാണുന്നുണ്ട്. അതൊരു ഹിന്ദി സീരിയൽ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. അപ്പോൾ ഞാനങ്ങ് അവിടെ പോയിരുന്ന് ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് അടിയിൽ പിടിച്ച് പോവും. ഞാൻ അടുപ്പിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ മൊബൈലിൽ കാണുകയാണ്. പുലാവ് ഏകദേശം റെഡിയായി. എളുപ്പം വെന്ത് കിട്ടും. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത്. എനിക്കതാണ് കറക്റ്റ് ഒരു പരുവം. എനിക്ക് അരിയും എനിക്കതാണ് കൂടുതലിഷ്ടം. ഇന്ത്യ ഗേറ്റിൻ്റെ ഡാബറാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുലാവ് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.